ജലീൽ പറയുന്ന വാദപ്രകാരം തന്നെ പരിശോധിച്ചാൽ 2016 ഫെബ്രുവരി മാസം 17 അത്തരമൊരു നടപടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എങ്കിൽ അവിടെ നിന്ന് 11 ദിവസം കഴിയുമ്പോഴത്തിന് കേരളം പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരികയും മാർച്ച് 1 കേരളത്തിലേക്ക് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതും ഏത് ഭൂമിയാണ് ഈ പ്രപ്പോസലിൽ നിന്ന് പരിഗണിക്കേണ്ടത് എന്നുള്ളതും തീരുമാനിച്ചത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരാണ്. അവരാണ്, ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ആ ഭൂമി നിശ്ചയിച്ചതും അവർക്ക് വില നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതും. തീർച്ചയായിട്ടും ജലീൽ പറയുന്ന വാദം ഈ വലിയ കള്ളക്കളി പുറം ലോകം അറിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഉയർത്തിയ വാദമാണ്. ഇതിൽ ജലീൽ പറയുന്നത് സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് UDF സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത്. സംസാരിക്കുന്ന രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സമ്മതപത്രത്തിലും UDF കാലത്ത് ഒപ്പിട്ടിട്ടില്ല. കേവലം പ്രപ്പോസൽ മാത്രമാണ് സർക്കാരിലേക്ക് വന്നിട്ടുള്ളത്. ഭൂമി ഏത് ഏറ്റെടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുത്തത് അന്നത്തെ LDF സർക്കാരാണ്, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഗ്രീൻ ട്രൈബ്യൂണൽ, ഹരിത ട്രൈബ്യൂണലിൽ നൽകിയ പരാതിക്ക് ആ കേസ് ഡിസ്പോസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹരിത ട്രിബ്യൂണലിൻ്റെ ചെന്നൈ ഡിവിഷൻ നൽകിയ ഉത്തരവിൽ പറയുന്നത് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതിനെക്കുറിച്ച് ഹരിത ട്രിബ്യൂണൽ തന്നെ നിശ്ചയിക്കപ്പെട്ട എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് പാരിസ്ഥിതിക ആഘാത ദുർബല പ്രദേശത്തായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റികളുടെയും, വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ, ഫോറസ്റ്റ് കൺസർവേറ്ററുടെ, അതുപോലെ തന്നെ കണ്ടൽകാടുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് അതിൻ്റേതുൾപ്പെടെയുള്ള എല്ലാ അതോറിറ്റികളുടെയും അനുമതി ലഭ്യമായതിനു ശേഷം മാത്രമേ നടത്താൻ കഴിയൂ എന്നും അല്ലാത്തൊരു സമീപനമാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ഈ വിഷയം ഉന്നയിച്ച് വീണ്ടും ഗ്രീൻ ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നുള്ളതാണ് ആ വിധിയിൽ പറഞ്ഞത്. അല്ലാതെ ഒരു പ്രവർത്തനാനുമതിയും ആത്യന്തികമായി മലയാളം സർവകലാശാലയ്ക്ക് ഈ പുതുതായി ഏറ്റെടുക്കപ്പെട്ട ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നതിന് ഗ്രീൻ ട്രൈബ്യൂണൽ നൽകിയിട്ടില്ല. തീർച്ചയായും നിലവിലെ ആ ഭൂമിയിൽ നിർമ്മാണം സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന വാദം ഈ സർക്കാർ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2025 ഏപ്രിൽ മാസം 29 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു യോഗമുണ്ട്. ആ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മലയാളം സർവകലാശാലയ്ക്ക് സ്ഥിരമായ കെട്ടിടം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഇപ്പോൾ നിലവിലുള്ള തിരൂരിലെ തുഞ്ചൻ ഗവൺമെൻറ് കോളേജിൽ 5 ഏക്കർ ഭൂമി കൂടി വിട്ടു നൽകുന്ന ആവശ്യം ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചത്. യോഗത്തിൽ പങ്കെടുത്തത് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, സർവകലാശാലയുടെ അധികൃതരുണ്ടായിരുന്നു, TMG കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്നിട്ട് അവർ തീരുമാനിച്ചത് ആ ഭൂമി സന്ദർശിക്കുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം തുഞ്ചൻ കോളേജിലെ സ്ഥലം സന്ദർശിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ചോദ്യം ഒന്നേ മാത്രമാണ്. ഇങ്ങനെ ഏറ്റെടുക്കപ്പെട്ട ഭൂമി, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഖജനാവിന് നഷ്ടം വന്ന ഭൂമി അവിടെ ഉണ്ടായിരിക്കെ, അനുയോജ്യ സ്ഥലത്തുണ്ടായിരിക്കെ എന്തിനാണ് മറ്റൊരു സ്ഥലം അന്വേഷിച്ച് ഈ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പോയത്? അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഈ ഭൂമി കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്നുള്ള വാദം അത് ശരിയാണ് എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഭൂമി ഉടമകൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിറങ്ങിയത് 2019 ഒന്നാം ഗഡു പൈസ 9 കോടി രൂപ അവർക്ക് അനുവദിച്ച് നൽകിയത് 2019. രണ്ടാം ഗഡു പൈസ അവർക്ക് അനുവദിച്ച് നൽകിയത് 2020. 2 ഘട്ടങ്ങളിലായി പണം നൽകുമ്പോൾ ആരായിരുന്നു കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? നേരത്തെ ഈ വിഷയത്തിൽ പരാതികളും പ്രതിഷേധങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പെറ്റീഷൻസുകളൊക്കെ വിവിധ അതോറിറ്റികളുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ അത്ര വേഗതയിലായിരുന്നില്ല, അത് പരിശോധിക്കുന്ന തരത്തിലായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലക്കാരനായി 2018 ശ്രീ KT ജലീൽ വന്നതിന് ശേഷമാണ് റോക്കറ്റ് വേഗതയിൽ ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പണം നൽകിയതും ഈ പണം നൽകാനുള്ള ഉത്തരവുണ്ടായതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൈ കഴുകാൻ മന്ത്രിക്ക് ഒരു കാരണവശാലും സാധ്യമാകില്ല.